വിദേശത്തായിരുന്നു. ഇപ്പോൾ നാട്ടിൽ ചെറിയ കച്ചവടങ്ങളും മറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ അധികമാകുന്നു എന്നാണ്. വീട്ടിലേക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കുടുംബത്തിനൊരു കാറ് വാങ്ങാനോ ഒരു ടൂർ പോകാനോ ഒന്നുമുള്ള വരുമാനം ഇല്ല. എന്നാൽ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന കുടുംബത്തിൽപ്പെട്ട അനിയന്മാരും മറ്റൊക്കെ ഓൽക്കൊക്കെ നല്ല വരുമാനവും ഇടയ്ക്കിടയ്ക്ക് യാത്രയും മറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഭാര്യ എന്ത് ചെയ്യുന്നു, അവരെ കണ്ടില്ലേ അങ്ങനെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്, കുറ്റപ്പെടുത്തുകയാണ് എന്നതാണ്. അവർക്കിഷ്ടമുള്ളൊരു ഭക്ഷണം, സ്പെഷ്യൽ ഭക്ഷണമോ സംഗതികളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഞാൻ വാങ്ങിക്കൊടുക്കണില്ല എന്നൊക്കെയാണ്. അതുപോലെ തന്നെ മക്കളുടെ പഠനത്തിനൊക്കെ നല്ല പഠനത്തിന് അയക്കണം എന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തിക അവസ്ഥ അല്ല. അപ്പോൾ മക്കൾ നിങ്ങളെ കുട്ടികൾ തന്നെയല്ലേ എന്ന തരത്തിൽ ചോദിക്കുകയാണ്. ഇതിൽ ലാസ്റ്റ് വാചകതാണ്, ഗൾഫിൽ നിന്ന് നിർത്തിപ്പോകുന്നത് അബദ്ധമായോ എന്ന് ചില സമയത്ത് ആലോചിക്കും. ക്ഷമിക്കുന്നവർക്ക് മികച്ച പ്രതിഫലം എന്ന അള്ളാഹുവിൻ്റെ വാക്കുകൊണ്ട് തൃപ്തിപ്പെടുന്നു. എന്താ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞത്. അത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മുടെ ഭാര്യയും മക്കളും നിൽക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതെന്തായിരുന്നാലും ജീവിതം വളരെ പ്രയാസകരമായി മാറും. ഇതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഗൾഫിലാകുന്ന സമയത്ത് അയാൾ നിർലോഭമായി ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിവാഹം കഴിയുമ്പോഴും ഗൾഫിലാണ്, ജോലിയുണ്ട്, വരുമാനമുണ്ട് എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അവർ വലിയ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ താരതമ്യം കൂടെ, ബാക്കിയുള്ളവരൊക്കെ വളരെ ഉഷാറായിട്ട് പോകുന്നു, അവർ വളരെ തൊട്ട അയൽവക്കത്തിൽ താമസിക്കുന്നു, അവർ വളരെ സമാധാനം, നമുക്കതില്ല എന്ന ഒരു താരതമ്യം, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇദ്ദേഹത്തിന്റെ വരുമാനത്തിനനുസരിച്ചിട്ട് നിൽക്കാൻ തയ്യാറാണ്. അദ്ദേഹം ഗൾഫിലാണെങ്കിൽ ഇവർക്ക് കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ഒന്നിച്ചു പോകാനുള്ളൊരു മനസ്സ് അവരെന്ത് ചെയ്യണം, യഥാർത്ഥത്തിൽ കാണിക്കേണ്ടതുണ്ട്. പിന്നെ പൊതുവെ എന്താ വെച്ചാൽ ചെറിയൊരു അപകർഷത നമുക്ക് തോന്നും. നമ്മൾ പണ്ട് പൈസ ഉണ്ടായിരുന്നു, ഇപ്പൊ പൈസ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു അവഗണന ഉണ്ടോ എന്ന ഒരു തോന്നലിന്റെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, ഇവരെന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ അവസ്ഥക്കനുസരിച്ച് സഹകരിക്കുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥ, അങ്ങനെ അധിക സഹോദരിമാരും അങ്ങനെ ഉണ്ടാവര്. ഇതൊക്കെ അതായത് പരമാവധി സഹകരിച്ചിട്ട് ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ച് നിൽക്കാനും കടം വീടാൻ സഹായിക്കാനും ചെലവ് ചുരുക്കാനൊക്കെ തന്നെയാണ് അവർ തയ്യാറാവുക. പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ ഒരു വ്യത്യസ്തമായ സംഗതിയാണ് കാണുന്നത്. എന്തായാലും അദ്ദേഹം ആ പറഞ്ഞ വാക്ക് എന്താണ്, ഞാൻ ക്ഷമക്ക് വലിയ പ്രതിഫലമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ മാനസികമായി അദ്ദേഹം വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിഷമങ്ങൾ ഭർത്താക്കന്മാർക്ക് വരാതിരിക്കാൻ എന്തായിരുന്നാലും സ്ത്രീകൾ ശ്രദ്ധിക്കണം. അവരെ ഏത് വിഷമാവസ്ഥയിലും മാനസികമായി സപ്പോർട്ട് ചെയ്ത് സമാധാനിപ്പിക്കേണ്ട ആളുകളിൽ നിന്ന് തന്നെ ഇത്രയും വലിയ മാനസിക പീഡനങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമമുള്ള കാര്യം. അദ്ദേഹത്തിന് തന്നെ കുറെ വിഷമമുണ്ട്, മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം മുമ്പിരിക്കുണ്ടല്ലോ. അതോടൊപ്പം അതിന്റെ പേരിലെ കുറ്റപ്പെടുത്തലും കൂടി ആകുമ്പോൾ അത് അസഹനീയമായിരിക്കും. പിന്നെ ഭർത്താവിന്റെ ഒരു തൃപ്തി ഇസ്ലാമിൽ വളരെ പ്രധാനമാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീഴ്ചയും ഇല്ലാതെ വെറുതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തായിരുന്നാലും കുറ്റകരമായിരിക്കുമെന്ന് ഇത്തരം സഹോദരിമാർ മനസ്സിലാക്കേണ്ടതുണ്ട്.